എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യൽ മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത്തിരി വലിപ്പമുള്ള ഒരു പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതാണ്. അത് ഇനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സൈഡ് മൂടെല്ലാം കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി വയ്ക്കുക. ഇതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് മാങ്ങയിൽ ഉപ്പെല്ലാം ഒന്ന് പിടിച്ച് കിട്ടും. അതിലേക്ക് 2 നാരങ്ങ എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ. ഇതിൻ്റെ നീര് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് നാരങ്ങ ഇട്ട് ഒന്ന് എടുത്തു വെച്ചാൽ അത് പിഴിയുമ്പോൾ നല്ലപോലെ ജ്യൂസ് കിട്ടും. ഈ മാങ്ങയ്ക്ക് പുളി കുറവായത് കൊണ്ടാണ് 2 നാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നത്. പുളിയുള്ള മാങ്ങയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു പാൻ ചൂടാവുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. അതിനും ഒന്ന് പൊടിച്ചെടുക്കണം. ഇനിയും പാനിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് മസ്റ്റേർഡ് സീഡ് ഇട്ട് കൊടുക്കുക. 2 ഉണക്കമുളക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 1 സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ എണ്ണയിലേക്ക് കായപ്പൊടി ഇട്ട് മൂപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അത് കാരണം ആ എണ്ണയിൽ തന്നെ കായപ്പൊടി മൂപ്പിക്കുന്നതാണ് നല്ലത്. കട്ടയാണെങ്കിൽ എണ്ണയിലൊന്ന് മൂപ്പിച്ച് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് ഒരു 1/2 ഗ്ലാസ് ആവുന്നത് വരെ നല്ലപോലെ തിളപ്പിക്കുക. നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം തിളച്ച്. ഇനി നേരത്തെ എടുത്ത് വെച്ച നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം പിഴിയുമ്പോൾ നല്ലപോലെ അതിൻ്റെ ജ്യൂസ് നഷ്ടമില്ലാതെ കിട്ടും. ഇനി അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 2 സ്പൂണ് കാശ്മീരി ചില്ലിയും 1 സ്പൂണ് നോർമൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അത്യാവശ്യം എരിവുണ്ടാവും. എരിവും നല്ല കളറും കിട്ടും കറിക്ക്. അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം അത് നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇത് ഇനി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. നല്ല കുറുകിയ ചാറായിട്ട് കിട്ടും. നല്ലപോലെ തിളച്ചൊന്ന് കുറുകുന്ന സമയത്ത് സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. മാങ്ങ അരിഞ്ഞു വെച്ച് അത് ഉപ്പുമായിട്ട് നല്ലപോലെ ചാറ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് ഒരു ദിവസം വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇലയിൽ വിളമ്പുമ്പോഴും നല്ല കുറുകിയായി ചാറായിട്ടിരിക്കും. ഇനി നേരത്തെ വറുത്ത് വെച്ച കടുകും ഉലുവയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.